വേൾഡ് ഹൈപ്പർ ടെൻഷൻ ഡേ ആണ്. എന്നോടൊപ്പം ഇപ്പോൾ ഉള്ളത് അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ കാർഡിയോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ രൂപേഷ് ജോർജാണ്. ഡോക്ടറാണ്. ഡോക്ടർ നമസ്കാരം. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു ദിവസം നമ്മൾ ഇങ്ങനെ പ്രത്യേകമായി എടുത്തു പറയേണ്ട ഒരു സാഹചര്യം? ഈ ഹൈപ്പർ ടെൻഷൻ പലപ്പോഴും അത് നമുക്ക് അനുഭവവേദ്യമാകില്ല രോഗിക്ക്. കാരണം പ്രഷർ ഇത്തിരി കൂടി വളരെ കൂടുതലാവുമ്പോൾ മാത്രമേ അത് രോഗിക്ക് അതൊരു അസ്വസ്ഥതയായിട്ട് വരികയുള്ളൂ. അപ്പോൾ കുറേ കാലങ്ങൾ നമ്മളുടെ പ്രഷർ കൂടുതലായിട്ട് നമ്മളുടെ അവയവത്തിന് ഒരു ഡാമേജ് വന്നു കഴിയുമ്പോഴായിരിക്കും പലപ്പോഴും അത് ഡോക്ടറുടെ അടുത്തേക്ക് എത്തുക. അതുകൊണ്ട് ഒരു അഡൾട്ട്, അതായത് 25-30 വയസ്സിന് മുകളിലുള്ള എല്ലാവരും കൊല്ലത്തിലൊരിക്കലെങ്കിലും ബ്ലഡ് പ്രഷർ നോക്കണം. അതിലെപ്പോഴെങ്കിലും കൂടുതൽ കണ്ടാൽ അതിൻ്റെ ഫ്രീക്വൻസി, അതിൻ്റെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ നടത്തിയിട്ട് വീണ്ടും 6 മാസത്തിലൊരിക്കലോ 3 മാസത്തിലൊരിക്കലോ ആ പ്രഷറിൻ്റെ തോതനുസരിച്ച് നോക്കണം എന്നുള്ളൊരു ആശയം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വേൾഡ് ഹൈപ്പർ ടെൻഷൻ ഡേ നമ്മൾ ആചരിക്കുന്നത്. അത് WHO കീഴിൽ അവരുടെ ലീഡർഷിപ്പിൽ ചെയ്യുന്ന കാര്യമാണ്. ഇപ്പോൾ ഹൃദയം നമുക്കറിയാം, നെഞ്ചിൻ്റെ നടുവിൽ നിന്ന് അത് പമ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബ്ലഡ് എല്ലാ അവയവങ്ങളിലും പോയി ഓക്സിജൻ കൊടുക്കുക, കാർബൺ ഡൈ ഓക്സൈഡ് തിരിച്ചെത്തിക്കുക, ഗ്ലൂക്കോസ് കൊടുക്കുക, വേണ്ട ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ആ അവയവത്തിന് കൊടുത്ത് തിരിച്ച് ഹാർട്ടിലേക്ക് എത്തണം. ബ്ലഡ് പോകുന്നത് ഒരു വേവ് പോലെയാണ്. അപ്പോൾ അതിനൊരു ടോപ്പ് BP ഉണ്ടാവും, അതേപോലെ അത് താന്നു വരുമ്പോൾ ഉള്ളൊരു BP ഉണ്ടാവും. അതാണ് നമ്മൾ സിസ്റ്റോളിക് BP, ഡയസ്റ്റോളിക് BP എന്ന് 2 അക്കങ്ങളാണ് പറയുക. ഇപ്പോൾ 120/70 എന്ന് പറയുന്നതാണ് ഒരു നോർമൽ BP. 120/80 താഴെയായിരിക്കണം താഴെയുള്ള BP. ആ ബ്ലഡ് പ്രഷർ 140/90 മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ രക്തസമ്മർദ്ദം അല്ലെങ്കിൽ ഈ രക്തക്കുഴലുണ്ടാക്കുന്ന സമ്മർദ്ദം ഓരോ അവയവങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള ഡാമേജുകൾ ഉണ്ടാക്കും. ഹൃദയത്തിൻ്റെ രക്തക്കുഴലുകൾക്ക് തടസ്സങ്ങളുണ്ടാക്കാം, കിഡ്നിയുടെ രക്തക്കുഴലുകൾക്ക് തടസ്സങ്ങളുണ്ടാക്കാം, പിന്നീട് തലച്ചോറിൻ്റെ രക്തക്കുഴലുകൾക്ക്. ഈ 3 ഓർഗൻസാണ് മെയിനായിട്ട്. അതേപോലെ തന്നെ കണ്ണിൻ്റെ, നമ്മളുടെ റെറ്റിന എന്ന് പറയുന്നത്, കണ്ണിന് നമ്മൾ ആ വെളിച്ചം പിടിക്കുന്ന സെൻസിറ്റീവായിട്ടുള്ള ഫിലിം, അതിനൊക്കെ അപകടങ്ങൾ വരുത്താം. അതുകൊണ്ട് പ്രഷറിനെ നേരത്തെ കൂട്ടി നിയന്ത്രിച്ച് വെച്ച് കഴിഞ്ഞാൽ അവയവങ്ങൾക്കുള്ള ഡാമേജ് പലപ്പോഴും നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഏതവസ്ഥയിലാണ് ശരിക്കും നമ്മളിത് ചിന്തിച്ച് തുടങ്ങേണ്ടത്? എപ്പോൾ മുതലാണ് ഒരാൾ വ്യക്തിപരമായി പ്രഷർ ചെക്ക് ചെയ്യണം, അല്ലെങ്കിൽ അതൊരു പരിശോധിക്കേണ്ട, റെഗുലറായി പരിശോധിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു? ഈ പ്രായം കൂടുന്നത് കൊണ്ടുള്ള ബ്ലഡ് പ്രഷർ ഒരു നോർമൽ ഫിനോമിനിൽ നിന്നുള്ള ചിന്തയിൽ നിന്ന് മാറി അതിനെ നിയന്ത്രിച്ചാൽ നമുക്ക് നമ്മളുടെ ശരീരത്തിൻ്റെ ആരോഗ്യം കൂടുതൽ കാലം നിലനിർത്താൻ പറ്റും എന്നുള്ള രീതിയിലേക്കുള്ള പഠനങ്ങൾ ആധികാരികമായിട്ട് വന്നു. പലപ്പോഴും നമുക്ക് മരുന്നിനെയാണ് ഭയം. പക്ഷേ നമ്മൾ പേടിക്കേണ്ടത് മരുന്നിനെയല്ല, ബ്ലഡ് പ്രഷറിനെയാണ് പേടിക്കേണ്ടത്. എപ്പോൾ BP നോക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ അഡൽട്ട്, ഒരു 18 വയസ്സിന് മുകളിലുള്ള എല്ലാവരും ഒരിക്കലെങ്കിലും കൊല്ലത്തിലൊരിക്കലൊന്നും BP നോക്കണം. പലർക്കും ഒരു സംശയമുണ്ട്, ഈ ഡിജിറ്റൽ BPയിൽ ഇത് ചെയ്താൽ ശരിക്കും ശരിയാണോ? ഒരു പ്രാവശ്യം നോക്കുമ്പോൾ ഒരു വാല്യൂ, രണ്ടാമത്തെ പ്രാവശ്യം നോക്കുമ്പോൾ വേറെ വാല്യൂ. ഡിജിറ്റൽ BP ഇൻസ്ട്രുമെൻറ്റുകൾ തന്നെ നമുക്ക് വളരെ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഡിജിറ്റൽ BP ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്. കൈ, നമ്മൾ ഈ കഫ് കെട്ടുന്നതും നമ്മളുടെ ഹൃദയത്തിൻ്റെയും ലെവൽ ഒരേപോലെ ആയിരിക്കണം. അപ്പോഴാണ് ആ പ്രഷർ നമുക്ക് റൈറ്റായിട്ട് കിട്ടുക. കൈ പൊക്കി വെച്ച് നോക്കുകയോ കൈ വളരെ താഴ്ത്തി വെച്ച് നോക്കിയാൽ BPയിൽ ഏറ്റക്കുറച്ചിലുകൾ വരാം. അപ്പോൾ യൂഷ്വലി നമ്മളൊരു 10-15 മിനിറ്റ് അതിന് മുമ്പ് നമ്മൾ ഒന്ന് റിലാക്സ്ഡ് ആയിരിക്കണം. പിന്നെ പുകവലി പാടില്ല. അത് നമ്മൾ ഹാർട്ടിൻ്റെ ഇതിൽ വെച്ചിട്ട് യൂഷ്വലി അതൊരു ബട്ടൺ, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഒരു റീഡിങ് വരും. ഇപ്പോൾ യൂഷ്വലി ഒരു 3 റീഡിങ് എടുക്കാനാണ് പറയാം. അപ്പോൾ ഒരു റീഡിങ്ങിലുള്ള എറർ അതിൽ മാറിപ്പോകും. അപ്പോൾ ഒരു 3 റീഡിങ്ങിൻ്റെ ആവറേജ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ BP എത്രയാണെന്നുള്ളത് അറിയാൻ പറ്റും. ബ്ലഡ് പ്രഷർ ഇപ്പോൾ 140/90 മുകളിലാണെന്ന് കരുതും. അതൊരു നമ്മൾ പറയാം ഒരു ജസ്റ്റ് ഒരു സ്റ്റേജ് 1 ഹൈപ്പർ ടെൻഷനാണ്. ചിലപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു 3 മാസം തൊട്ട് 6 മാസം വരെ നമുക്കിപ്പോൾ ഒരു നമ്മൾ എക്സസൈസ് ചെയ്യാത്തവരാണെങ്കിൽ എക്സസൈസ് ചെയ്യാം, അല്ലെങ്കിൽ ഡയറ്റിൽ ഉപ്പ് അധികം കഴിക്കുന്നതാണെങ്കിൽ ഉപ്പ് കുറയ്ക്കാം. 5 ഗ്രാമിൽ മുകളിലേക്ക് ഒരു ദിവസം ഒരാൾ ഉപ്പ് കഴിക്കരുതെന്നാണ് പറയുക. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് വലിയൊരു ഇഷ്യൂ ആണ് നമ്മളുടെ ഉറക്കം. ഒരു 7 തൊട്ട് 8 മണിക്കൂറെങ്കിലും ഉറക്കം കിട്ടിയാലേ ശരീരത്തിന് ആ ഒരു തിരിച്ച് റീസെറ്റ് മോഡിലേക്ക് വരാൻ പറ്റുള്ളൂ. അപ്പോൾ ക്രോണിക്കായിട്ടുള്ള ഉറക്കക്കുറവ് എല്ലാം BPക്ക് കാരണമാണ്. ഇതും ട്രൈ ചെയ്തിട്ട് BP ഹൈ ആണെങ്കിൽ പിന്നെ മരുന്ന് കഴിക്കാൻ മടിക്കരുത്. അതായത് പറഞ്ഞു വരുന്നത് BP അത്ര ചില്ലറക്കാരനല്ല. എല്ലാവരും കൃത്യമായി അത് പരിശോധിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുന്നതിൻ്റെ ഭാഗമായാണ്. അത് നമ്മളുടെ തുടർന്നുള്ള ജീവിതത്തിൽ വലിയൊരു ഗുണം ചെയ്യുക തന്നെ ചെയ്യും. MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.